ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 6ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ ലൈൻസ് ആൻഡ് ആംഗിൾസ് ആണ് കൂട്ടുകാർ പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ആംഗിൾ വരയ്ക്കുന്നതെന്നും അത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതൊക്കെ നമ്മൾ മുൻപ് ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞതാണ്. താഴെ കാണുന്നത് ഒരു ലൈനാണ്. ഈ ലൈനിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് നിന്ന് ഒന്നുകിൽ ഇവിടെ നിന്നാവാം അല്ലെങ്കിൽ ഇവിടെ നിന്നാവാം മറ്റൊരു ലൈന് കൂടെ വരയ്ക്കുമ്പോഴാണ് അതെന്തായിത്തീരുന്നത്, ഒരു ആംഗിളായിട്ട് മാറുന്നത്. റൈറ്റ് സൈഡിൽ നോക്കുക, ഇവിടെ വരച്ചിരിക്കുന്നത് ഒരു ആംഗിളാണ്. ഇവിടെ വരച്ചിരിക്കുന്ന 3 ആംഗിളുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആദ്യം വരച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക, ലൈനിൻ്റെ ഒരു ഭാഗത്ത് നിന്നും വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഒരു ലൈൻ വരച്ചിരിക്കുന്നത് അല്ലേ. ഈ ആംഗിളിനെ നമ്മൾ എന്താണ് പറയുന്നത്, 90 ഡിഗ്രി ആയിരിക്കും. ഇതിനെ റൈറ്റ് ആംഗിൾ എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് നോക്കുക, രണ്ടാമത്തേത് റൈറ്റ് ആംഗിളിനേക്കാൾ ചെറുതാണ് അല്ലേ. റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരുന്നു വരേണ്ടിയിരുന്നത്, അതിനേക്കാൾ ചെറുതായിട്ടാണ് വരുന്നത്. ഇതിനെ പറയുന്നത് എന്താണ്, സ്മോളർ ദാൻ റൈറ്റ് ആംഗിൾ എന്നാണ് പറയുന്നത്. മൂന്നാമത്തേത് നോക്കുക, റൈറ്റ് ആംഗിളിനേക്കാൾ കൂടുതലായിട്ടാണ് ഇവിടെ ആംഗിൾ വരുന്നത്. ഇങ്ങനെ വരുന്ന ആംഗിളിനെ എന്താണ് പറയുന്നത്, ലാർജർ ദാൻ റൈറ്റ് ആംഗിൾ എന്നാണ് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന അളവുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്തേത് വരുന്നത് നോക്കുക, എങ്ങനെയാണ്, ആദ്യത്തെ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ലൈൻ വരുന്നത്. ഇങ്ങനെ വരുന്ന ആംഗിൾസിനെ നമ്മൾ പറയുന്നത് റൈറ്റ് ആംഗിൾസ് എന്നാണ്. റൈറ്റ് ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. രണ്ടാമത്തെ ആംഗിൾ ശ്രദ്ധിക്കുക, ഇതിന് എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്, ലെസ് ദാൻ റൈറ്റ് ആംഗിൾ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ റൈറ്റ് ആംഗിളിനേക്കാൾ അളവ് എന്തായിരിക്കണം, ഇവിടെ കുറവായിരിക്കണം. ഇവിടെ നോക്കുക, 60 ഡിഗ്രിയാണ് വരുന്നത്. മൂന്നാമത്തേത് വരുന്നത് ലാർജർ ദാൻ റൈറ്റ് ആംഗിൾ ആണ്, അതായത് 90 ഡിഗ്രിയേക്കാൾ എന്തായിരിക്കണം, കൂടുതലായിരിക്കണം അല്ലേ. ഇവിടെ വരുന്ന ആംഗിൾ 110 ഡിഗ്രിയാണ്. നമ്മൾ മുൻപ് പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ആംഗിളുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ചിത്രങ്ങൾ ശ്രദ്ധിച്ചാൽ കൂട്ടുകാർക്ക് അത് മനസ്സിലാകും. മുൻപ് ഒരു ലൈനിൻ്റെ 2 എൻഡിൽ നിന്നായിരുന്നു അല്ലേ, ഏതെങ്കിലും ഒരു എൻഡിൽ നിന്നായിരുന്നു നമ്മൾ ആംഗിളുകൾ ഉണ്ടാക്കിയിരുന്നത്. റൈറ്റ് ആംഗിളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ വന്നു, കണ്ടില്ലേ. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ഒരു റൈറ്റ് ആംഗിൾ വന്നു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 2 ആംഗിളുകളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ചിത്രത്തിൽ എങ്ങനെയാണ്, ഇവിടെ ലെസ് ദാൻ റൈറ്റ് ആംഗിൾ ആണ് വരച്ചിരിക്കുന്നത്. പക്ഷേ നോക്കുക, ഇവിടെ എന്താണ് വരുന്നത്, ലെസ് ദാൻ റൈറ്റ് ആംഗിൾ ആണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഇടതുവശത്ത് എന്താണ് വരുന്നത്, ലാർജർ ദാൻ റൈറ്റ് ആംഗിൾ ആണ് വരുന്നത്. മനസ്സിലായില്ലേ. ഇവിടെ നോക്കുക, ലാർജർ ദാൻ റൈറ്റ് ആംഗിൾ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഇടത് ഭാഗത്ത് വരുന്നത് ലെസ് ദാൻ റൈറ്റ് ആംഗിൾ ആണ്, വലത് ഭാഗത്ത് വരുന്നത് എന്താണ്, ലാർജർ ദാൻ റൈറ്റ് ആംഗിൾ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അളവുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കണ്ടേ. ഫസ്റ്റ് കേസിൽ നമുക്ക് അറിയാം, വളരെ പെട്ടെന്ന് അറിയാം, രണ്ട് ഭാഗത്തും ഒരേ അളവാണ്. അതായത് ഇവിടെ 90 ഡിഗ്രിയാണ് വരുന്നത്, ഇവിടെയും 90 ഡിഗ്രിയാണ് വരുന്നത് അല്ലേ, ഒരേ അളവുകളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണ്, ഇവിടെ ഇങ്ങനെ മൊത്തമായിട്ട് വരുന്ന ഒരു അളവത്തായിരിക്കും 90 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രിയാണ്. അതായത് 180 ഡിഗ്രിയാണ് വരുന്നത് ടോട്ടൽ. മനസ്സിലായില്ലേ. ഈ 2 ആംഗിളുകളും ചേർത്ത് വരുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവിടെ വരുന്ന ആംഗിളും അതേപോലെ ഇവിടെ വരുന്ന ആംഗിളുകളും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ എന്തായിരിക്കണം, 180 ഡിഗ്രി ആയിരിക്കും വരേണ്ടിയിരുന്നത്. അപ്പോഴെന്താണ്, ഒരു ഭാഗത്തുള്ള അളവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരുന്ന ആംഗിൾ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. തൊട്ട് താഴെയുള്ള പിക്ചർ ഒന്ന് നോക്കാം. ഇത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. 2 സൈഡിലായിട്ട് ആംഗിളുകൾ വരുന്നുണ്ട്. ഇനി അളവുകളാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നോക്കുക, ഇവിടെ 50 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ എത്രയായിരുന്നു വരേണ്ടിയിരുന്നത്, 180 ഡിഗ്രിയാണ്. 50 ഡിഗ്രിയാണ് ഇവിടെ വരുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി, 180യിൽ നിന്ന് 50 എന്ത് ചെയ്താൽ മൈനസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ 50യോട് എത്ര കൂട്ടിയാലാണ് നമുക്ക് 180 കിട്ടുന്നത് എന്ന് നോക്കിയാൽ മതി. 130 ഡിഗ്രി ചേർന്നാലാണ് എന്ത് ചെയ്യുന്നത്, 180 ഡിഗ്രി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെയുള്ള അളവ് എന്തായിരിക്കും, 130 ഡിഗ്രി ആയിരിക്കും. ഒരിക്കലും മറന്നു പോകാതെ ഓർമ്മയിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഞാൻ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഈ ലൈനിൻ്റെ ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം പറയാൻ കഴിയുമോ, ഇല്ല. കാരണം എന്താണ്, ഇവിടെ ഒരു കോൺ ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ആംഗിൾ നമുക്ക് അളക്കാൻ കഴിയില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ വരച്ചിരിക്കുന്ന ലൈനിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കോമ്പസ് ഉപയോഗിച്ച് ഒരു വൃത്തം വരച്ചിരിക്കുകയാണ്. ഇപ്പോഴെന്തായിട്ട് മാറി,
വൃത്തത്തിൻ്റെ 2 ഭാഗങ്ങളായിട്ട് മാറി. ഇവിടെ നമുക്കെന്ത് ചെയ്യാം? ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ച് അളന്ന് നോക്കുകയാണെങ്കിൽ ഒരു വൃത്തത്തിൻ്റെ, അതായത് ഒരു അർദ്ധവൃത്തത്തിൻ്റെ അളവ് എത്രയായിട്ട് വരും? 180 ഡിഗ്രി ആയിട്ട് വരും. സ്കെയിൽ ഉപയോഗിച്ച് ആദ്യത്തെ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് മറ്റൊരു ലൈന് കൂടെ ഞാൻ വരയ്ക്കുകയാണ്. ഇതുപോലെ വരച്ചത് കൊണ്ട് ഇവിടെ 4 കോണളവുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓരോ കോണളവിൻ്റെയും പ്രത്യേകത എന്താണ്? റൈറ്റ് ആംഗിൾ ആയിട്ടാണ് വരുന്നത്, അല്ലേ? പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നമുക്കൊന്ന് അളന്ന് നോക്കാം. കോണളവ് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് അതൊരു റൈറ്റ് ആംഗിൾ ആണ്. ഇടതുവശത്ത് വരുന്ന ആംഗിളും 90 ഡിഗ്രിയാണ് വരുന്നത്. അതേപോലെ തന്നെ തൊട്ട് താഴെ വരുന്ന ആംഗിളും റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് അവിടെയും വരുന്നത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. പിന്നീട് അവസാനമായിട്ട് വരുന്ന ആംഗിളും, എല്ലാ ആംഗിളും തുല്യമാണ്, അല്ലേ? അതുകൊണ്ട് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 2 കോണളവുകൾ ശ്രദ്ധിക്കുക. എത്രയാണ്? 90 + 90 വരുന്നത് 180 ആണ്. അതേപോലെ തന്നെ തൊട്ട് താഴെയുള്ള ആംഗിൾ 90 + 90 180 ആണ് വരുന്നത്. അപ്പോൾ എല്ലാ കോണളവുകളും കൂടി ചേർക്കുമ്പോൾ കിട്ടുന്നത് 360 ഡിഗ്രിയാണ്. ഒരു കോണളവ് തന്നതിന് ശേഷം മറ്റുള്ള കോണളവുകൾ കാണാൻ നമ്മളോട് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു പ്ലസ് വരച്ച് നോക്കുക. ഇങ്ങനെ ഒരു പ്ലസ് വരച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും ഒരു ആംഗിൾ വരുന്നത് റൈറ്റ് ആംഗിൾ ആണ്, അതുകൊണ്ട് 90 ഡിഗ്രിയാണ്. ലെഫ്റ്റ് സൈഡിലും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ലൈൻ തന്നിട്ട് നമുക്കതിൻ്റെ കോണളവ്, ഇവിടെയുള്ള കോണളവ് തന്നു. ഇവിടെയുള്ളത് കാണണമെങ്കിൽ എന്തായിരിക്കും? ടോട്ടൽ 180 ആണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ 2 ആംഗിളുകൾ ചേർന്ന് കഴിഞ്ഞാൽ 180 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു ലൈൻ വന്നതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ലൈനാണ് തരുന്നതെന്ന് കരുതുക. ഇവിടെയുള്ള ആംഗിൾ തന്നു കഴിഞ്ഞു. ഇവിടെയുള്ള ആംഗിൾ തന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആംഗിൾ കാണാനുള്ള എളുപ്പവഴികളുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, ഇവിടെയുള്ള ടോട്ടൽ ഡിഗ്രി എത്രയായിരിക്കണം? 360 ഡിഗ്രി ആയിരിക്കണം. അത് മനസ്സിലാക്കാൻ എന്ത് ചെയ്യാം? പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ ഇല്ലെങ്കിൽ പ്ലസ് വരച്ച് നോക്കുക. പ്ലസ് വരച്ച് നോക്കുമ്പോൾ ടോട്ടൽ 360 ആണ് കിട്ടേണ്ടതെന്ന് പെട്ടെന്ന് ഓർമ്മയിൽ വരും. അതിനുശേഷം എന്ത് ചെയ്യുക? നമുക്ക് ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന ആംഗിൾ കിട്ടണമെങ്കിൽ എത്രയായിരിക്കണം? 180 വരണം. അപ്പോൾ ഈ 2 ആംഗിളുകളും കിട്ടിക്കഴിഞ്ഞാൽ താഴെയുള്ള 2 ആംഗിളുകളും നമുക്ക് കാണുവാൻ കഴിയും. അതെങ്ങനെയാണ് കാണേണ്ടതെന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഇവിടെയുള്ള കോണളവ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. 130 ഡിഗ്രിയാണ്. അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? ടോട്ടൽ അളവ് വരേണ്ടത് 180 ഡിഗ്രി ആണെന്ന് അറിയുന്നത് കൊണ്ടാണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് ഇത് വിവരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. 50 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. ഇത് കാണാൻ വേണ്ടി എന്താണ് ചെയ്തത്? പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചു. കൃത്രിമമായിട്ട് വരച്ചതാണ്. ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് റൈറ്റ് ആംഗിൾ ആണ്. അതേപോലെ തന്നെ ഈ 50 കൂടാതെ മുഴുവനായിട്ടും വരുന്നത് എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ആണ്. ലെഫ്റ്റ് സൈഡിലും വരേണ്ടത് 90 ഡിഗ്രി ആണ്, റൈറ്റ് സൈഡിലും വരേണ്ടത് 90 ഡിഗ്രി ആണ്, അല്ലേ? അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇവിടെ നോക്കുക, ഇവിടെ കിട്ടിയിരിക്കുന്നത് 50 ഡിഗ്രിയാണ്. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ വരുന്നത് റൈറ്റ് ആംഗിൾ ആണെന്ന് നമുക്കറിയാം. ഈ 2 ആംഗിളുകളും തമ്മിൽ കൂട്ടിയാൽ കിട്ടേണ്ടത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. 50 ഡിഗ്രിയുടെ കൂടെ എത്ര കൂട്ടിയാലാണ് 90 ഡിഗ്രി കിട്ടുക എന്ന് നോക്കിയാൽ മാത്രം മതി. 50യുടെ കൂടെ 40 കൂട്ടിക്കഴിഞ്ഞാലാണ് 90 വരുന്നത്. മനസ്സിലായില്ലേ? 40 ഡിഗ്രിയാണ് വരുന്നത്. എന്നാൽ കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ ആണ്. അത് കാണാൻ വേണ്ടി 90 + 40 എത്രയാണെന്ന് നോക്കിയാൽ മതി. 90 ഡിഗ്രി + 40 ഡിഗ്രി കിട്ടുന്നത് 130 ഡിഗ്രിയാണ്. അടുത്ത പേജിലേക്ക് നോക്കാം. ഇവിടെ കിട്ടിയത് കണ്ടില്ലേ? 130 ഡിഗ്രിയാണ് കിട്ടിയിരിക്കുന്നത്. 130ാമത്തെ പേജിലേക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ആംഗിൾ തന്നിരിക്കുന്നത് 60 ഡിഗ്രിയാണ്. ടോട്ടൽ വരേണ്ടത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ 180യിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 60 കുറച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആംഗിൾ എത്രയാണെന്ന് അറിയാൻ കഴിയും. 180യിൽ നിന്ന് 60 കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് 120 ആണ്. ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. ഒന്നുകൂടെ നോക്കാം. 2 ആംഗിളുകളാണുള്ളത്. റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്ന ആംഗിൾ 100 ആണെന്ന് തന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ആംഗിൾ വരുന്നത് എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഇവിടെ തന്നിരിക്കുന്നത് 100 ഡിഗ്രിയാണ്. ആംഗിൾ കാണാൻ എന്താണ് ചെയ്യേണ്ടത്? 180 - 100 ആണ് ചെയ്ത് നോക്കേണ്ടത്. ആൻസർ കിട്ടുന്നത് എത്രയാണ്? 80. അപ്പോൾ ഇവിടെയുള്ളത് 80 ഡിഗ്രി ആയിരിക്കും.
ഇവിടെ ആംഗിൾ താഴത്തേക്കാണ് തന്നിരിക്കുന്നത് എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ആംഗിൾ എത്രയായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. തന്നിരിക്കുന്നത് 45 ഡിഗ്രിയാണ്. 180യിൽ നിന്ന് 45 ഡിഗ്രി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സൈഡിലുള്ള ഡിഗ്രി എത്രയാണെന്ന് കിട്ടും. 135 കിട്ടുന്നത്. ഇവിടെയുള്ള ഡിഗ്രി എത്രയായിരിക്കും? 135 ഡിഗ്രി ആയിരിക്കും. അടുത്ത ആംഗിൾ നോക്കാം. 30 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. 180 മൈനസ് 30 ചെയ്ത് നോക്കേണ്ടത്. 150 150 ഡിഗ്രി എന്ന് എഴുതാം. 80 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. ടോട്ടൽ ആംഗിൾ വരുന്നത് 180 ഡിഗ്രി ആണെന്ന് അറിയാം. 180യിൽ നിന്ന് 80 മൈനസ് ചെയ്ത് നോക്കുക. കിട്ടുന്നത് 100 ആയിരിക്കും. സോ ഇവിടെ എന്താണ്? 100 ഡിഗ്രി ആയിരിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടാവും. സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പേജിലേക്ക് നോക്കാം. കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്, ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് വെൻ ടു ലൈൻസ് മീറ്റ് ടു ആംഗിൾസ് ആർ മേഡ്. 2 ലൈൻസ് ആണ് മെറ്റ് ചെയ്യുന്നത്. അപ്പോഴെന്താണ്? ഇവിടെ 2 ആംഗിളുകൾ ഉണ്ടാവുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം നോക്കാം. ഇഫ് ദ ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് ദ ബോത്ത് ലൈൻസ് ആർ റൈറ്റ് ആംഗിൾസ്. അതായത് ഇവിടെ വന്നിരിക്കുന്ന ഒരു ലൈൻസ് ആണ്. ആ ലൈൻസിനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് മറ്റൊരു ലൈൻസ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ 2 സൈഡുകളിലും വരുന്നത് എന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ആയിരിക്കും. റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കും 2 സൈഡിലുമായിട്ട് വരുന്നത്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അതർവൈസ് വൺ ആംഗിൾ ഈസ് ലെസ് ദാൻ റൈറ്റ് ആംഗിൾ ആൻഡ് ദ അതർ ഈസ് മോർ ദാൻ റൈറ്റ് ആംഗിൾ. ഇവിടെ നോക്കുക. ഇവിടെ ഇതുപോലെ ഒരു ലൈനാണ് വരച്ചിരിക്കുന്നതെങ്കിൽ ഇടതുവശത്ത് കൊടുത്തിരിക്കുന്ന എന്താണ്? ലെസ് ദാൻ റൈറ്റ് ആംഗിൾ ആണ്. അപ്പോൾ ഇത് ലെസ് ദാൻ റൈറ്റ് ആംഗിൾ ആണെങ്കിൽ വലതുവശത്ത് തന്നിരിക്കുന്നത് എന്തായിരിക്കും? മോർ ദാൻ റൈറ്റ് ആംഗിൾ ആയിരിക്കും. റൈറ്റ് ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കും. അടുത്തായിട്ട് പറയുന്നത് ലാർജർ ആംഗിൾ ഈസ് മച്ച് മോർ ദാൻ റൈറ്റ് ആംഗിൾ. അതായത് ലാർജർ ആംഗിൾ വരുന്നത് റൈറ്റ് ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കും. പിന്നീട് സ്മോളർ ആംഗിൾ വരുന്നത് എന്തായിരിക്കും? റൈറ്റ് ആംഗിളിനേക്കാൾ കുറവായിരിക്കും. സോ എന്നിരുന്നാലും 2 ലൈനുകൾ, അതായത് ഇതിങ്ങനെ ഒരു ലൈൻസ് വന്നതിന് ശേഷം അവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ 2 സൈഡിലായിട്ട് വരുന്ന ആംഗിളുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും കിട്ടേണ്ടത്. അത് എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. മറ്റൊന്ന് കൂടെ ഞാൻ മുമ്പേ പറഞ്ഞാണ്, ഇതേപോലെയാണ് ഒരു ലൈൻസ് ക്രോസ് ചെയ്യുന്നതെങ്കിൽ മുകളിൽ എന്തായിരിക്കും? 2 ലൈൻസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. താഴത്ത് എന്തായിരിക്കും? അവിടെയും 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ വരുന്നത് എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അത് മറന്നു പോകരുത്. ഇവിടെ നോക്കുക. ദ സം ഓഫ് ദ 2 ആംഗിൾസ് മെയ്ഡ് വെൻ 2 ലൈൻസ് മീറ്റ് ഈസ് 180 ഡിഗ്രി. എത്രയാണ്? 2 ലൈൻസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 180 ഡിഗ്രി ആണ്. അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് താഴെ തന്നിട്ടുണ്ട്. നമുക്കത് ചെയ്ത് നോക്കാം.